കേരളത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യുവാൻ ഒരു സംഘത്തെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. അതിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് MP ശശി തരൂർ നേതൃത്വം വഹിക്കുന്നു. കോൺഗ്രസ് നൽകിയ പട്ടികയിലില്ലാത്ത കോൺഗ്രസ് MP ശശി തരൂരിനെ കേന്ദ്രം നേരിട്ട് അതിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ലോകപരിചയം തന്നെയാണ്. എന്നാൽ MP ശശി തരൂരിനെ ആ വിഭാഗത്തിൻ്റെ തലവനായി ഉൾപ്പെടുത്തിയതോടുകൂടി വലിയ ചർച്ചകളാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ളത്. രാജ്യ താൽപ്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ ശശി തരൂർ ആ നേതൃത്വം വഹിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പിണക്കമോ യാതൊരു തരത്തിലുള്ള എതിർപ്പോ കോൺഗ്രസിനില്ല. എന്നാൽ രാജ്യസുരക്ഷയേക്കാൾ മുകളിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന BJPയുടെ ഈ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നൊരു മുൻകരുതൽ കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ പഹൽഗാമിലെ ആ ഭീകരാക്രമണത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ വൻ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയെ പോലെ തന്നെ ഒരു നീക്കത്തിന് ഇപ്പോൾ പാകിസ്ഥാനും തയ്യാറെടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിദേശ നേതാക്കളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇന്ത്യ 7 അംഗ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെ സമാന നീക്കവുമായി പാകിസ്ഥാനും എത്തിയിരിക്കുന്നു. ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പാക് സംഘവും വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു എന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആഗോളതലത്തിൽ നയതന്ത്ര പ്രവർത്തനത്തിനായി 7 അംഗ സംഘത്തെ ഇന്ത്യ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് പാക് നീക്കം. അന്താരാഷ്ട്ര സമാധാന ദൗത്യത്തിന് നേതൃത്വം നൽകാൻ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരിയെയാണ് പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കോൺഗ്രസ് MP ശശി തരൂരും NCP MP സുപ്രിയ സുലെയും ഉൾപ്പെടെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും സംഘർഷം രൂക്ഷമാകുന്നതിനെ കുറിച്ചുമുള്ള ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചും പ്രധാന വിദേശ സർക്കാരുകളെ അറിയിക്കുമെന്ന് ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നിവിടങ്ങളിലേക്ക് തരൂർ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കും. അതേസമയം സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. അങ്ങനെ ഇന്ത്യ നടത്തുന്ന അതേ നീക്കത്തിൽ തന്നെ പാകിസ്ഥാനും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.